ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി വളരെ രുചികരവും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്, 1 പോട്ട് ബിരിയാണി റെസിപ്പിയാണ്. എന്നെ പോലെ കുറച്ച് മടിയുള്ളവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനൊരു കുക്കർ ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഞാനൊരു വലിയ പീസ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 4 പീസ് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഒരു 4-5 പീസ് ഗ്രാമ്പൂ, ഒരു പീസ് പട്ട, ഒരു തക്കോലം, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല മണമൊക്കെ വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു സവോള സ്ലൈസ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവോളയുടെ നിറം ഒന്ന് മാറി വരണ്ട കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആട്ടോ. അതോടൊപ്പം തന്നെ 5 പച്ചമുളക് ചതച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടൊമാറ്റോ ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷം ഒരു വലിയ ടൊമാറ്റോയും കൂടെ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയാണ്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും എല്ലാത്തിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഇതോടൊപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാഷ്നട്ടും കിസ്മിസും നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടം അത്രത്തോളം ആഡ് ചെയ്യാൻ ഞാനൊരു കൈപ്പിടി നിറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ 2 ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യൂബ് പീസായിട്ട് മുറിച്ചതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലിപ്പോൾ കോളിഫ്ലവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറീസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഈ മസാലയൊക്കെ അതിലൊന്ന് കോട്ട് ചെയ്ത് വരുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തൈരാട്ടോ. പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്, ഫ്രോസൺ ഗ്രീൻ പീസ്. നമ്മുടെ കയ്യിൽ അതുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഗ്രീൻ പീസ് ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എടുത്തിരുന്നത് 2.5 കപ്പ് 250 ml കപ്പിൽ 2.5 കപ്പ് അരിയാട്ടോ ഞാൻ എടുത്തത്, ബസ്മതി റൈസ്. അതുകൊണ്ട് തന്നെ 4.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ, ചൂട് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ നീരും ഉപ്പൊക്കെ നല്ല പോലെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒരു സ്പൂൺ വെച്ചിട്ട്. അതിനുശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്ന റൈസാണ്. ഞാനൊരു 20 മിനിറ്റോളം റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളമെല്ലാം തോർത്തിയെടുത്ത 2.5 കപ്പ് ബസ്മതി റൈസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വെള്ളം ബോയിൽ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ അരി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അരിയും വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒരു തിളയും കൂടെ വന്നതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിക്കാം കേട്ടോ. ഞാൻ കുക്കർ അടയ്ക്കുമ്പോൾ തന്നെ വെയിറ്റ് ഇട്ട് കൊടുക്കാറില്ല. ആവി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. ഇപ്പോൾ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കറിൻ്റെ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു വിസിൽ കേൾക്കുന്നവരേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ കുക്കറിൽ ഒരു വിസിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കംപ്ലീറ്റ് എയറും പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു അടിപൊളി മണമൊക്കെ ആയിട്ടൊരു കിടിലം ബിരിയാണി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. 10-15 മിനിറ്റ് മാത്രം മതി. നമുക്ക് പെട്ടെന്ന് ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നോട് പറയണം കേട്ടോ. പുതിയ റെസിപ്പിയായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.